അസത്യദർശനത്തില് പ്രതിപാദ്യം മനസ്സാണ്. മനസ്സ് എവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മനസ്സ് എല്ലായിടത്തും ഉണ്ട്. എന്നാൽ മനസ്സിനെ തിരഞ്ഞാൽ കാണില്ല എന്നാണ് അസത്യദർശനം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു തരുന്നത്, ഗുരു പറഞ്ഞു തരുന്നതാണ്. അങ്ങനെ അദൃശ്യമായ ഒരു സാന്നിധ്യമായിട്ട് മനസ്സ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. മനസ്സ് പ്രവർത്തിക്കുന്നത് സങ്കല്പ രൂപത്തിലാണ്. മനസ്സ് നന്നായാൽ ജീവിതം നന്നാവും. മനസ്സ് ചീത്തയായാൽ ജീവിതവും ചീത്തയാവും, അല്ലേ? മനസ്സിന്റെ അടിസ്ഥാനത്തിലാണല്ലോ മനുഷ്യനെ കുറിച്ച് നല്ല മനുഷ്യൻ, ചീത്ത മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിനെ തീരുമാനിക്കുന്ന ഘടകം മനസ്സിന്റെ ഭൂതകാലമാണ്. മനസ്സിന് ഭൂതകാലമുണ്ട്. ഭൂതകാലത്തിലെ വിവരങ്ങൾ മുഴുവനും മനസ്സിന്റെ ശേഖരത്തിലുണ്ട്. മനസ്സിന് ഭൂതകാല അനുഭവങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് മനസ്സിന്. എല്ലാം മിഥ്യകളാണെങ്കിലും തോന്നലുകളാണെങ്കിലും ഈ തോന്നലുകളൊക്കെ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ശേഖരിക്കപ്പെട്ട മനസ്സിന്റെ ഭാഗത്തെയാണ് ചിത്തം എന്ന് പറയുന്നത്. ഓർമ്മകൾക്ക് തകരാറ് സംഭവിച്ചാൽ അതിനെ ചിത്തഭ്രമം എന്ന് പറയും. ചിത്തഭ്രമം ഉണ്ടായെന്ന് പറയും, അല്ലേ? ചിത്തഭ്രമം ഉണ്ടാകാൻ അധികം സമയം വേണോ ഒരാൾക്ക്? നല്ല മാന്യനായിട്ട് ജോലി ചെയ്തിരുന്ന ആളുകളൊക്കെ ചിലപ്പോ തലവലപ്പറമ്പിലൂടെയൊക്കെ നടക്കുന്നത് കാണാം, അല്ലേ? മുടിയും താടിയൊക്കെ വളർത്തിയിട്ട് കീറ ട്രൗസറും ഒക്കെ ഇട്ട് ആരെങ്കിലും കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ താങ്ങി പിടിച്ച് നടക്കുന്നത് കാണാം. എന്തായിരുന്നത് കാരണം? ചിത്തഭ്രമം ഉണ്ടായി. സ്ഥലകാലങ്ങളൊക്കെ വിട്ടുപോയി. അവരുടെ എല്ലാ ദിശാബോധവും അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോ നമ്മൾ അധികം അഹങ്കരിക്കൊന്നും വേണ്ട. മനുഷ്യര് ഭയങ്കര നമ്മുടെ സ്ഥൈര്യമുള്ള ആളുകളാന്നൊക്കെ വിചാരിക്കും. മിക്കവാറും ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ചിത്തഭ്രമം വരുന്ന സമയങ്ങൾ ഒരുപാടുണ്ട്, നിങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഭൂമികുലുക്കങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. റിക്ടർ സ്കെയില് 6, 7 ഒക്കെ വരുമ്പോഴൊക്കെയാണ് ഭൂമി കുലുങ്ങുന്നതായിട്ട് തോന്നുള്ളൂ. ഒരു 2, 3 ഒക്കെ വന്നാൽ അറിയില്ല. ചിത്തഭ്രമത്തിന്റെ ഫലമായിട്ട് വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ ചില സമയത്തൊക്കെ. ചിത്തഭ്രമം ഉണ്ടാകുന്നുണ്ട് നമുക്ക്. ആ സമയത്ത് നമ്മൾ കലഹിക്കുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്യും. ഈ സമാധാനം എന്ന് പറയുന്നത് എവിടെന്നാ വരുന്നത്? ചിത്തഭ്രമം സമാധാനത്തെ ഭഞ്ജിക്കുന്നുണ്ട്. ചിത്തഭ്രമം വരുമ്പോൾ സമാധാനം പോകുന്നുണ്ട് നമുക്ക്. ചിത്തഭ്രമം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ചിത്തത്തെ എവിടെയെങ്കിലും ഉറപ്പിച്ചു വെക്കാൻ പറ്റണം. ഉറപ്പുള്ളൊരു പ്രതലത്തിലാണ് ചിത്തത്തെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഇപ്പോ പൂഴിമണൽ കൂട്ടിയിട്ടിട്ട് അതിന്റെ മുകളിലൊരു വീടുണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും? തകർന്ന് വീഴുന്നത്. കാരണം അതിന്റെ അടിത്തറ ഉറപ്പിച്ചിട്ടില്ല, ഉറപ്പുള്ള സ്ഥലത്തല്ല ഇരിക്കുന്നത്.
അപ്പൊ നമ്മുടെ ചിത്തം കൊണ്ടുപോയിട്ട് ക്ഷണികമായ വസ്തുക്കളിൽ കൊണ്ടുപോയി ഉറപ്പിച്ചാൽ ആ ചിത്തം തകരും, അല്ലേ? ഏതെങ്കിലും ഒരു വിഷയത്തിലൊക്കെ ആയിരിക്കും നമ്മൾ. പണം, ഒരു ദിവസം ലോട്ടറി അടിച്ചപ്പോ ഒത്തിരി സ്വപ്നങ്ങളുണ്ടായി. 10 ലക്ഷം ലോട്ടറി അടിച്ചു, സ്വപ്നങ്ങളായി ഭയങ്കര. ഒരു 6 മാസം കൊണ്ട് ആ ലോട്ടറി അടിച്ചത് മുഴുവൻ തീർന്നു പോകും. കാരണം എന്താ? ഇവന്റെ സ്വപ്നം എന്ന് പറയുന്നത് നാട്ടുകാരുടെ സ്വപ്നമാണ്. നാട്ടുകാർക്കുണ്ടല്ലോ സ്വപ്നങ്ങൾ. ഇവൻ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരാൾ ലോട്ടറി അടിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ഒപ്പം സ്വപ്നം കാണുന്ന പലരും ഉണ്ടാവും. ബന്ധുക്കളുണ്ടാവും നമ്മുടെ കൂടെ. കടം മേടിച്ച് ബന്ധുക്കളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരും. അതൊക്കെ അവരെ കടം വീട്ടാനായിട്ട്. ചേട്ടന് വെറുതെ കിട്ടിയല്ല ചേട്ടാ, ഞങ്ങൾക്കൊരു 1 ലക്ഷം തരും എന്ന് പറയും. അപ്പൊ നമ്മള് പണത്തിലും അതുപോലെ പ്രശസ്തിയില്, അംഗീകാരത്തില്, ബാഹ്യ സൗന്ദര്യത്തില്, ഇതിലൊക്കെ കൊണ്ടുപോയിട്ട് ചിത്തത്തെ ഉറപ്പിക്കരുത്. ചിത്തം തകർന്നു പോകും. ഒരു ഇടമുണ്ട്. ആ ഇടമാണ് തൻ്റെ ഇടം എന്ന് പറയുന്നത്. തൻ്റെ ഇടം അതേതാ? അത് ആത്മാവാണ്. ആത്മാവിൽ ഉറപ്പിക്കണം. അതാണ് ആത്മാവില് മനസ്സുറപ്പിച്ചവന്റെ പേരാണ് തൻ്റെടി എന്ന്. തൻ്റെടി. ആര് തൻ്റെടി? നമ്മൾ പറയണ തൻ്റെടിയാണോ? നമ്മൾ പറയണ തൻ്റെടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തോന്നിവാസം നല്ലതാണോ? തോന്നിയതുപോലെ വസിക്കുന്നവനല്ലേ തോന്നിവാസി, അല്ലേ? മോശപ്പെട്ട കാര്യമാണോ? അത് ചിത്തം കൊണ്ടുപോയി വിഷയങ്ങളിൽ ഉറപ്പിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തോന്നിവാസം നല്ലതല്ല. എന്നാൽ ചിത്തം ആത്മാവിൽ ഉറപ്പിച്ചിട്ട് ജീവിച്ചാല് ആ തോന്നിവാസം നല്ലതാണ്. അങ്ങനെ തൻ്റെ ഇടം, തോന്നിവാസം, താന്തോന്നി, ഇതൊക്കെ നല്ല വാക്കുകളാണ്, നല്ലതാണ്. പക്ഷെ അത് നമ്മൾ ഉറപ്പിക്കുന്ന ഇടം മോശമായതുകൊണ്ടാണ് ആ വാക്കുകൾക്ക് അർത്ഥം മോശമായി പോകുന്നത്. താൻ തോന്നി, തന്നെത്താൻ തോന്നുന്നവനാണ്. ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നവനല്ല, തന്നെത്താൻ തോന്നുന്നവനാണ്. അപ്പൊ ആത്മാവ് നമ്മളോട് പറയുന്ന പോലെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ, വിഷമമില്ലല്ലോ. പക്ഷെ ആരും അങ്ങനെ ജീവിക്കുന്നില്ല. ചിലര് ജീവിക്കുന്നത് അവരുടെ മനസ്സിന്റെ ശബ്ദത്തിൽ നിന്ന്. മനസ്സ് കോലാഹലമാണ്. മനസ്സൊരിക്കലും ആത്മാവിന്റെ ശബ്ദമല്ല മനസ്സുണ്ടാക്കുന്നത്. മനസ്സുണ്ടാക്കുന്നത് അവന്റെ ഭൂതകാല അനുഭവങ്ങളിൽ നിന്നാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് മനസ്സിന്റെ ഇഷ്ടാനിഷ്ടങ്ങളല്ല ജീവിതം. മനസ്സിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ച ജീവിതം ഭംഗുരമായിരിക്കും, എപ്പോൾ വേണമെങ്കിലും തകർന്നു പോകാം. അതുകൊണ്ട് ഗുരു നമ്മളെ അസത്യദർശനത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യം, മനസ്സ് എന്നുള്ളത് വളരെ ക്ഷണികമായതും ഒരു തോന്നലായിട്ടിരിക്കുന്നതും സങ്കല്പരൂപത്തിലുള്ളതും ആ തോന്നലിന്റെ ആകത്തുകയുടെ പേരാണ് പ്രപഞ്ചമെന്ന്. ആ പ്രപഞ്ചം, ഗുരുവിന്റെ ദർശനമാലയിലെ പ്രപഞ്ചം എന്താണ്? പ്രപഞ്ചം എന്നത് സങ്കല്പമാണ്. സങ്കല്പത്തിന്റെ ഇരിപ്പിടം എവിടെ? മനസ്സാണ്. മനസ്സില്ലാത്തതാണ്. ആകാശത്തെ നീലനിറം പോലെ അനുഭവപ്പെടുന്നതും അന്വേഷിച്ചാൽ കണ്ടെത്താത്തതുമാണ് മനസ്സ്. അപ്പൊ പ്രപഞ്ചമോ? പ്രപഞ്ചവും അന്വേഷിച്ചാൽ ആകാശത്തിലെ നീലനിറം പോലെയാണ്. പ്രപഞ്ചം എന്നതിന് ഗുരു കൊടുക്കുന്നത് നമ്മൾ സാധാരണ വ്യവഹരിക്കുന്ന പ്രപഞ്ചത്തിനെ മാത്രമല്ല, സങ്കല്പ രൂപത്തിൽ നമ്മൾ ഇരിക്കുന്നതിനും കൂടിയാണ്. നേരത്തെ നമ്മൾ പറയുകയുണ്ടായി, ജീവസങ്കല്പവും ഈശ്വര സങ്കല്പവും. അതിൽ ജീവസങ്കല്പം എന്ന് പറയുന്നത് വ്യക്തിഗതമാണ്, അല്ലേ? നമ്മളുടേതാണത്. നമ്മളുടെ ഭൂതകാലവും നമ്മളുടെ പാസ്റ്റും ഒക്കെയാണ് അതിൽ വരുന്നത്. അതുകൊണ്ട് എൻ്റെ സങ്കല്പത്തിലുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. എന്താണ്?
അതുകൊണ്ടാണല്ലോ ഇവിടെ എല്ലാവരും നല്ലവരായിട്ട് ഞെളിഞ്ഞിരിക്കുന്നത്, അല്ലേ? എനിക്കറിയില്ലല്ലോ എന്താണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വ്യക്തിഗതമായ ജീവസ്വപ്നം ആർക്കും അറിയാൻ പറ്റില്ല. ഇപ്പൊ ഒരാള് ഒരു നട്ടുച്ചയ്ക്ക് കണ്ണുകൾ അടച്ചിട്ട് ഇരുന്ന് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, പുള്ളി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാൻ പറ്റും പുള്ളി എന്താ കാണുന്നതെന്ന്? ഒന്നും അറിയാൻ പറ്റില്ല, ഒരു രക്ഷയില്ല. ഇനി വല്ല ക്യാമറയ്ക്ക് എടുത്ത് നോക്കാൻ പറ്റുമോ മനസ്സിൻ്റെ അകമൊക്കെ മനസ്സിലാക്കാനായിട്ട്? അങ്ങനെയായിരുന്നെങ്കിൽ ഭാര്യമാർക്കൊക്കെ വളരെ സുഖമാണ് ഭർത്താക്കന്മാരെ അകം പിടിക്കാനായിട്ട്, അല്ലേ? എന്താണെന്ന് അറിയാൻ ഈ ലോകത്തെ എല്ലാ ഭാര്യമാരും ഒരുപോലെയാണ്. ഭാര്യമാരെ ആ ലോകത്തുനിന്ന് വിടേണ്ടതുണ്ട് ഒരർത്ഥത്തിൽ. കാരണം ഈ ഭാര്യമാരുടെ ജീവിതം മുഴുവനും നശിച്ചു പോണത് എന്താ? ഭർത്താക്കന്മാരകം എന്താണെന്നറിയാൻ, തന്നോടാണോ ഇഷ്ടം എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് വെറുതെ സമയം കളയാണ്. ഒരു കാലത്ത് ഒരു ഭർത്താവിന് നിങ്ങളോട് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാല് നിങ്ങൾ വെറുതെ വൃഥാവിൽ ജീവിതം കളയാന്നല്ലത്. നമ്മൾ വേറെ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കരുതെന്നാണ്. നമ്മൾക്ക് എന്തോ ഇഷ്ടം, ആ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക. വേറൊരാൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതം വിലയുള്ളതാണെന്ന് തീരുമാനിക്കുന്നത് തന്നെ അസംബന്ധമാണ്. നിങ്ങൾക്ക് വിലയുണ്ടായിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുമ്പോഴാണ്, അല്ലാതെ അങ്ങനെ ആയിരിക്കണം. അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു ഭർത്താവ് എന്നെ ഇഷ്ടപ്പെട്ടാലേ ഞാൻ സന്തുഷ്ടയാകുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഭാര്യ എന്നെ ഇഷ്ടപ്പെട്ടാലാണ് ഞാൻ സന്തുഷ്ടനാകുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് സ്വാതന്ത്ര്യമുള്ളത്? അത് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കില്ലേ? ഏത് ഭർത്താവാണ് നിരന്തരം നമ്മൾ ഇഷ്ടപ്പെടുന്നത്? ഏത് ഭാര്യയാണ് ഭർത്താവിനെ നിരന്തരം ഇഷ്ടപ്പെടുന്നത്? അങ്ങനെ ഇല്ലല്ലോ. അപ്പോ നമ്മുടെ മനസ്സ് എപ്പോഴും ആത്മപ്രിയത്തിലിരിക്കണം. ആത്മപ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നമ്മളോട് തന്നെ പ്രിയം വേണം. എനിക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും ഇഷ്ടപ്പെടാൻ പറ്റും? ഒരാളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളുടെ ആദ്യമൊക്കെ നമ്മളുടെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനോടായിരിക്കും, മനസ്സിനോടായിരിക്കും. നമ്മളുടേതെന്ന് പറയുന്ന മിഥ്യാഭിമാനമായിരിക്കും ആദ്യത്തെ ഇഷ്ടം. അറിയില്ലല്ലോ എന്താണ് ഞാനെന്ന്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഞാൻ ആരെന്നോ ഞാൻ എന്തെന്നോ അറിയാത്തിടത്തോളം കാലം നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ശാരീരിക മാനസിക തലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും. പിന്നീടാണ് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാകുന്നത് ഞാൻ അതൊന്നുമല്ലല്ലോ. അപ്പോ ശരീരത്തിനും മനസ്സിനുപരിയായി ഒരു ആത്മപ്രിയം, ഈ ആത്മപ്രിയത്തെ അനുഭവിച്ചു തുടങ്ങുന്ന സമയത്ത് എന്താ നമുക്ക് അനുഭവപ്പെടുന്നത്? ഈ ആത്മപ്രിയം എൻ്റെ ഈ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രിയം മാത്രമല്ല. ഈ ആത്മപ്രിയം എന്ന് പറയുന്നത് നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മസ്വരൂപവും ഈ പ്രപഞ്ചത്തിലെ സകലത്തിലിരിക്കുന്ന ആത്മസ്വരൂപവും ഒന്നെന്ന ബോധ്യത്തിലേക്ക് നമ്മൾ കുറച്ചുകൂടി വളരും. ഇതിനെ ആത്മവികാസം എന്ന് പറയും. ആത്മവികാസം ഉണ്ടാകുന്നു. അപ്പൊ പ്രിയം, അപരന്റെ അതൻ പ്രിയം, സ്വകീയ പ്രിയം, അപരപ്രിയം, ഇപ്രകാരമാകും നയം. ഈ പ്രിയം ഉണ്ടല്ലോ, പ്രിയം വളരുന്നു കുറച്ചും കൂടി. എൻ്റെ പ്രിയം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രിയമുണ്ടോ? എൻ്റേത് മാത്രമായ പ്രിയം. കല്യാണമൊക്കെ അല്ല, പ്രണയിനി കാമുകനോട് പറയും നീ എൻ്റേത് മാത്രമാണ്, അല്ലേ? എന്താ അതിനൊക്കെ അർത്ഥമുള്ളത്? ചുമ്മാ പറയുന്നതാ, എൻ്റേത് മാത്രമാണ്. ഒരു 3 മാസം കഴിയുമ്പോഴേക്കും മൊഴിയല്ലോ എൻ്റേത് മാത്രം. മനുഷ്യരിങ്ങനെ വാക്കുകളുടെ മായാജാലങ്ങളിൽ പെട്ടിരിക്കുന്നവരാണ് മനുഷ്യർ. ഒരിക്കലും വാക്കിന്റെ മായാജാലങ്ങളിൽ നിങ്ങൾ പെടരുത്. വാക്ക് മനുഷ്യനെ പറ്റിക്കുന്ന ഏറ്റവും നല്ല ആയുധമാണ്. അതുകൊണ്ട് വാക്കിനപ്പുറത്ത് ജീവിതത്തെ കാണാൻ കഴിയും. ആരെങ്കിലും വാഗ്ദാനം നൽകിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജീവിതത്തെ ആ വാഗ്ദാനത്തിൽ കൊണ്ട് തളച്ചിടും. വാക്ക് പറയുന്നതിന് മടിയില്ലാത്ത ആളുകളുണ്ട്. എത്രയോ ആളുകൾ, പണ്ടത്തെ ആളുകൾ വളരെ അപൂർവമായിട്ട്
പ്രതികരിക്കുകയും സംസാരിക്കുള്ളൂ. അവർ വാക്കിന് വിലയുണ്ടായിരുന്നു. ഇന്ന് വാക്കിന് വിലയില്ല. വാക്ക് ധാരാളിയാണ്. നമുക്ക് എത്രമാത്രം വാക്കുകളാണ് മനുഷ്യൻ ഉപയോഗിക്കുന്നത്. അതിനിടയിൽ ഒരാൾക്ക് നമുക്ക് വാക്ക് കൊടുത്താൽ എന്താ, വാക്കല്ലേ പോണുള്ളൂ അല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ലോകത്താണെന്ന് നമ്മൾ ജീവിക്കുന്നത്. അതിനെ കലിയുഗം എന്ന് പറയും. അങ്ങനെ ഒരു യുഗം ഉണ്ടോന്ന്, കലിയുഗം. കലിയുഗം എന്ന് പറഞ്ഞാല് മനുഷ്യ മനസ്സ് രാജസ താമസ ഗുണങ്ങളിലേക്ക് വ്യതിചലിക്കുമ്പോൾ അത് കലിയുഗമാണ്. മനസ്സിനെ ഇപ്പോ പ്രലോഭനങ്ങൾ കൊണ്ട് മൂടാൻ ഒരുപാട് മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾ ഈ ലോകത്തിലുണ്ട്, പ്രലോഭിപ്പിക്കാനായിട്ടാണ് കലിയുഗത്തിന്റെ പ്രത്യേകത. നിങ്ങൾ 50-60 വയസ്സൊക്കെ കഴിഞ്ഞുള്ളവർക്ക് അറിയാം, നമ്മുടെ ബാല്യത്തിൽ നമ്മുടെ വിനോദ ഉപായങ്ങൾ എന്തൊക്കെയായിരുന്നു? വളരെ ചെറിയ കാര്യങ്ങളായിരുന്നു അല്ലേ? നമ്മൾക്ക് TV ഇല്ല, മൊബൈൽ ഫോൺ ഇല്ല, റേഡിയോ പോലും ഇല്ലാത്ത കാലം. ഇതൊന്നുമില്ല. മനുഷ്യനിർമ്മിതമായ വിനോദ ഉപാധികൾ, സിനിമ പോലും കാണാൻ പറ്റുമായിരുന്നില്ല. സ്കൂളിൽ നിന്ന് സിനിമ കാണാൻ കൊണ്ടുപോയിട്ടാണ് ആദ്യം ഞാനൊരു സിനിമ കണ്ടത്. സ്കൂളിൽ നിന്ന് കൊണ്ടുപോയതാ. സ്കൂളിൽ നിന്ന് കൊണ്ടുപോയുള്ളൂ. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറഞ്ഞിട്ട് സിനിമ, അത് ചെറുപ്പത്തിൽ കണ്ടതാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം. എന്തൊക്കെ അതിൽ വിഷമതകളുണ്ടെന്ന് എനിക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അപ്പൊ അത്രയും അപ്പോ വിനോദം എന്ന് പറയുന്നത് പലർക്കും ചെറുപ്പത്തിൽ വളരെ കുറച്ചല്ലേ. നമ്മൾ വിനോദിച്ചിരുന്നത് എങ്ങനെയാണ്? പരസ്പരം കളിച്ചും, 2 പേരിന്ന് കളിക്കുക, 3 പേര് കളിക്കുക, കള്ളനും പോലീസും കളിക്കുക, ഇങ്ങനെ കളികളൊക്കെയാണ്. ഇന്നാരെ കള്ളനും പോലീസും കളിക്കുന്നത് അല്ലേ? ഇന്ന് കള്ളനും പോലീസും ഉണ്ടോ ഇവിടെ? ഞങ്ങളുടെ നാട്ടിൽ കുറച്ചും കൂടി അധികം പേര് ഉപ്പ് കളിക്കുക എന്ന് പറയും. അങ്ങനെ ഓരോന്നൊക്കെ കളിക്കും. ഇന്നങ്ങനെ കളിക്കുന്നുണ്ട് കുട്ടികൾ. കളികളില്ല, കളികളൊക്കെ പോയി. ഇന്ന് നമ്മുടെ വിനോദങ്ങളെല്ലാം മൊബൈലുകളിലേക്ക് മാറി. ഒരു യന്ത്രം നിങ്ങളെ സ്വാധീനിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന കാലമാണ്. മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ ആനന്ദിക്കണമെന്ന് തീരുമാനിക്കുന്ന കാലമാണ്. മറ്റുള്ളവരെ തീരുമാനിക്കുക, നിങ്ങൾ എങ്ങനെ സന്തോഷിക്കണമെന്ന് നിങ്ങളുടെ മുകളിൽ തീരുമാനമെടുക്കുന്ന ഒരു ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. അവരുണ്ടാക്കുന്ന ആകർഷണീയതകളിൽ നിങ്ങൾ നിങ്ങളുടെ അധ്വാനത്തിന്റെ സമ്പാദ്യം മുഴുവൻ ചെലവഴിക്കും. വിനോദങ്ങൾക്കായിട്ട്, സന്തോഷത്തിനായിട്ട്, പുതിയ വസ്തുക്കൾ വാങ്ങാനായിട്ട് ഒക്കെ നിങ്ങൾ ചെലവഴിക്കും. കാരണം നമുക്ക് മുമ്പുണ്ടായിരുന്ന ആനന്ദ ഉപാധികളല്ലെന്ന് ഇന്ന് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് 1 മണിക്കൂർ നേരം ധ്യാനിച്ചിരിക്കാൻ പറഞ്ഞാലോ, ആയിരിക്കണം 1 മണിക്കൂർ ധ്യാനിച്ചിട്ട് അല്ലേ? നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ അനുവദിക്കുമോ ധ്യാനിക്കാനായിട്ട്? അപ്പൊ അതുകൊണ്ട് സങ്കല്പമാണ് ജീവിതം. ആ സങ്കല്പം എവിടെ ഉറപ്പിക്കാൻ പറ്റുന്നുവോ, അത് ശാശ്വതമായൊരു വസ്തുവിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞാലോ അവിടെയാണ് ജീവിത വിജയം. അത് സങ്കല്പത്തിനും മനസ്സിനും ഒരു ഭേദവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ആരംഭിച്ചത്. സങ്കല്പത്തിന്റെയും മനസ്സിന്റെയും വേറെ പേരാണ് അവിദ്യ എന്നും തമസ്സെന്നും. തമസ് എന്ന് വെച്ചാൽ ഇരുട്ടാണ്, മനസ്സിരുട്ടാണ്. ഇതൊരു ഇന്ദ്രജാലം പോലെയാണ്. ഇന്ദ്രജാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളതുപോലെ തോന്നിക്കും, പക്ഷെ ഒന്നുമില്ലേ, ശൂന്യമാണ്, വെറുതെ. മനസ്സിന്റെ ലോകത്ത് നിന്ന് പുറത്തു കിടക്കുന്നതിനെയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. എന്താണ് ആധ്യാത്മികത? മനസ്സിന്റെ ആ പിടിയിൽ നിന്ന് പുറത്തു കിടക്കണം. മനസ്സ് പിടിച്ചു വെച്ചിരിക്കുന്ന പിടിയിൽ നിന്ന് പുറത്തു കിടക്കണം. മരീചികാവത് പ്രാജ്ഞസ്യ ജഗദാത്മനി ഭാസത്തെ ബാലസ്യ സത്യമിതി ച പ്രതിബിംബമിവ ഭ്രമാത്. 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഈ പ്രാജ്ഞനായ ഒരാള്, ബോധമുള്ള ഒരാള്, നല്ല വിവേകിയായ ഒരാൾക്ക് മരുഭൂമിയിലെ കാനൽ ജലം പോലെയാണ് ഈ ജഗത് എന്ന അനുഭവം, പ്രപഞ്ചാനുഭവം. അദ്ദേഹം ഒരിക്കലും കാനജലം കോരി കുടിച്ച് ദാഹം തീർക്കാനാകും
എന്ന് വിചാരിച്ചിറക്കുന്ന ആളൊന്നും. അതൊരു തോന്നൽ മാത്രമാണ്. യഥാർത്ഥ ദാഹം തീരുന്നത് ആത്മപിപാസ ഉണ്ടാകുമ്പോഴാണ്. ആത്മപിപാസ ഉണ്ടായി ആത്മാവിൽ നിന്ന് പാനം ചെയ്യുമ്പോഴാണ് ദാഹം തീരുന്നത്. നമ്മുടെ ദാഹം എവിടെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ കുടിക്കാൻ കഴിയണം ആനന്ദം. നമ്മിൽ നിന്ന് തന്നെ, നമ്മുടെ സ്വരൂപത്തിൽ നിന്ന്, ആത്മാവിൽ നിന്ന് നമ്മുടെ ദാഹം തീർക്കണം. അങ്ങനെ തീർക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ശാശ്വതമായ ശമനം ഉണ്ടാകുള്ളൂ, ദാഹശമനം. എന്നാൽ ബാലനായ ഒരാൾ, ബാലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിവേകി എന്നാണ് അർത്ഥം. ആ അവിവേകി പ്രപഞ്ചത്തെ ഉള്ളതുപോലെ കരുതിയിട്ട് ജീവിക്കുകയാണ് അവിവേകി. അതെങ്ങനെ? ഒരു കുട്ടി ഒരു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ആ കണ്ണാടിയിൽ കാണുന്ന കുട്ടിക്ക് ഉമ്മോടുക്കും, കെട്ടിപ്പിടിക്കും, ഇങ്ങനെ കാണിക്കൂലേ? നമ്മള് ചെറുപ്പത്തിലൊക്കെ കണ്ണാടിയിൽ കാണുന്ന കൊച്ച് യഥാർത്ഥ കൊച്ചാന്ന് വിചാരിക്കും. എന്നിട്ട് വർത്തമാനം പറയും കുറെ നേരം ഇരുന്ന്. ഇതൊക്കെ ബാലന്റെ സ്വഭാവം. ബാലൻ, ഈ ബാലൻ ആണ് ബാർബറം ബാലനല്ല, ബാലൻ. ബാലൻ, ഈ ബാലനെ കുറിച്ച് നമ്മളത് പറഞ്ഞല്ലേ. ബാലൻ എന്നുള്ള പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നില്ല ബാലൻ എന്നുള്ള പേര്. ശരിക്കും മുമ്പ് ഞാനത് സംസാരിച്ചതാണ്. ഇപ്പൊ കേൾക്കുമ്പോ ഒരു ഭയങ്കര ഹോണ്ടിങ്, അതായത് നൊസ്റ്റാൾജിയ വരാം. ബാലൻ എന്നുള്ള പേര് ആർക്കും ഇല്ലല്ലോ എന്നുള്ളത്. ബാലേട്ട. ഏഴാമത്തെ ശ്ലോകം. ആത്മാന ക്ഷീരവതിയാദി രൂപാന്തരമതോഖിലം വിവർത്തമിന്ദ്രജാലേന വിദ്യതേ നിർമ്മിതം യഥാ. ആത്മാവ് പാലുപോലെ രൂപാന്തരത്തെ പ്രാപിക്കുന്നില്ല. ആത്മാവിന് രൂപാന്തരം ഒന്നും ഉണ്ടാകുന്നില്ല. പാല് രൂപാന്തരപ്പെട്ടാൽ എന്താവും? പാല് രൂപാന്തരപ്പെട്ടാൽ തൈരാവും അല്ലേ? തൈരിൽ നിന്ന് പാലിനെ എടുക്കാൻ പറ്റുമോ? അപ്പൊ പാല് നശിച്ചു. പാലിന് രൂപാന്തരം വന്നിട്ട് തൈരായി. അങ്ങനെ രൂപാന്തരം വരുന്നതിനെ എന്ത് പറയും? പരിണാമം എന്നാ പറയാം. പരിണാമം എന്നാണ്. രൂപാന്തരം വന്നു. തൈരിന്റെ കാരണം എന്താ? പാല് അല്ലേ? കാരണം കാര്യമായപ്പോൾ കാരണത്തിന് എന്ത് പറ്റി? നാശമുണ്ടായി. കാരണം നശിച്ചിട്ട് കാര്യമുണ്ടായി അല്ലേ? എന്നാൽ അങ്ങനെയല്ല പ്രപഞ്ചം ഉണ്ടാകുന്നത്. ആത്മാവ് നശിച്ചിട്ടല്ല പ്രപഞ്ചമായിട്ട് തീരുന്നത്. ആത്മാവ് എങ്ങനെയോ അങ്ങനെ തന്നെ നിലനിൽക്കും, ഇൻഡാക്റ്റ് ആയിട്ട്. ആത്മാ, ഞാൻ എങ്ങനെയോ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അതില് ആത്മാവില് പ്രപഞ്ച പ്രതിഭാസങ്ങൾ ഉണ്ടാകുകയാണ്. പ്രപഞ്ച പ്രതിഭാസങ്ങൾ, അനുഭവങ്ങൾ. ഇങ്ങനെ അതിന്റെ ഉദാഹരണം പറയുണ്ടായി ഞാൻ ഒരിക്കൽ. തിരശ്ശീലയിൽ ഓടി നീങ്ങുന്ന നാമരൂപങ്ങൾ, വർണ്ണങ്ങളുടെ നിരവധി രൂപങ്ങൾ. പക്ഷെ അവിടെ സ്ക്രീനിനൊന്നും പറ്റുന്നില്ല അല്ലേ? തിരശ്ശീലയ്ക്ക് ഒരു കുഴപ്പവും പറ്റുന്നില്ല. പക്ഷെ അവിടെ നടക്കുന്നത് എന്താണ്? ലഹളയാണ്. ഒരു സിനിമ തിയേറ്ററിലെ തിരശ്ശീലയിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്നും തിരശ്ശീലയ്ക്ക് പറ്റുന്നില്ല. അപ്പൊ അതുപോലെ കാരണത്തിന് ഒന്നും പറ്റാതെ കാര്യജാലങ്ങൾ അനുഭവപ്പെടുന്നതാണ് പ്രപഞ്ചത്തിന്റെ സ്വഭാവം. വിവർത്തം എന്നാണ് അതിനെ പറയുക, പരിണാമം എന്നല്ല. പ്രപഞ്ചം ഒരു വിവർത്തമാണ്. ഇന്ദ്രജാലേന വിദ്യതേ നിർമ്മിതം യഥാ. വിവർത്ത രൂപത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവനും ഇങ്ങനെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, ഇന്ദ്രജാലമായിട്ട്. ഇന്ദ്രജാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തത് ഉള്ളതുപോലെ കാണിക്കുന്നതിനെയാണ് ഇന്ദ്രജാലം എന്ന് പറയുന്നത്. ഇത് ആർക്കാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്? ഇതൊക്കെ വിചാരവാന്മാർക്ക്. ആർക്ക് മനസ്സിലാകും? വിചാരവാന്മാർക്ക്. ആചാരവാന്മാർക്ക് മനസ്സിലാകുമോ? ഇല്ല. എന്താ? അവരുടെ ജീവിതം
5 തിരിയിടണോ 4 തിരിയിടണോ 3 തിരിയിടണോ എന്ന കാര്യത്തിലുള്ള തർക്കത്തിൽ നിൽക്കുള്ളൂ. വിചാരത്തിലേക്ക് പോകുന്നില്ല. ആചാരത്തിൽ നിന്ന് വിചാരത്തിലേക്ക് കിടക്കണം. ആചാരം ഒരു ഡിസിപ്ലിൻ, ജീവിതത്തിന് കുത്തഴിഞ്ഞൊരു ജീവിതത്തെ ഒരു ക്രമബദ്ധമാക്കുക എന്നതാണ് ആചാരത്തിൻ്റെ ദൗത്യം. വിവേകം ഉണ്ടാകുന്നില്ല അതുകൊണ്ട്. അതുകൊണ്ട് ആചാരം ഒരു ബാഹ്യമായ അച്ചടക്കമാണ്. പക്ഷെ വിചാരം അതല്ല. വിചാരം മനസ്സിനെ സ്ഥായിയായ ഒന്നിലേക്ക് നയിക്കുന്നതാണ് വിചാരം. സ്ഥിരമായ ഒരു തത്വത്തിലേക്ക് മനസ്സിനെ നയിക്കുന്നതാണ് വിചാരം. ഞാൻ വിചാരം ചെയ്യാറുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്ത് വിചാരിക്കണം? നിങ്ങൾ വിചാരം ചെയ്യും. എന്നാ വിചാരം? പഴമാങ്ങ വിചാരം അല്ലേ? അതിൽ വലിയ വിചാരം. വിചാരം എന്നത് വിഷയങ്ങളെ കുറിച്ചുള്ള ചിന്തയല്ല വിചാരം. വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിനെയല്ല വിചാരം എന്ന് പറയുന്നത്. ഇവിടെ വിചാരം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് ആത്മവിചാരത്തെയാണ് അത് ദ്യോതിപ്പിക്കുന്നത്, അർത്ഥമാക്കുന്നത്. ആത്മവിചാരമാണ് വിചാരം. വിചാരം ചെയ്യാന്ന് പറഞ്ഞാൽ ആത്മവിചാരം ചെയ്യാന്നാണ് അർത്ഥം. ആലോചിക്കാന്നല്ല. ആലോചിക്കാൻ പല കാര്യങ്ങളുണ്ടല്ലോ നമുക്ക്, അല്ലേ? എത്രയോ കാര്യങ്ങളാണ് ആലോചിക്കാനുള്ളത്. പക്ഷെ ആലോചനയിൽ നിന്നൊക്കെ വിചാരത്തിലേക്ക് വരണം. അങ്ങനെ വരുമ്പോ മായൈവ ജഗതാമാദി കാരണം നിർമ്മിതം തയാ സർവം ഹി മായിനോ നാന്യത് അസത്യം സിദ്ധിജാലവത്. മായൈവ, മായ ഏവ മായൈവ, മായ ഏവ മായൈവ. ജഗതാം ആദി കാരണം. മായ തന്നെയാണ് ജഗത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ ആദി കാരണം. പ്രപഞ്ചത്തിൻ്റെ ആദി കാരണം മായ തന്നെയാണ്. ഈ ആദി കാരണം എന്ന് പറയുമ്പോൾ മായ എന്താണെന്ന് നമുക്ക് മനസ്സിലായോ? ഇല്ലല്ലോ, അല്ലേ? മായ ശരിക്കും എന്താ? നമ്മള് എല്ലാ ദിവസവും ചൊല്ലാറുള്ളതല്ലേ? നീയല്ലോ മായയും മായാവിയും മായാവിനോദനം, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. ഇതെന്നും ചൊല്ലുന്നുണ്ട് നമ്മള്. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഇതൊക്കെ ചൊല്ലുന്നുണ്ടെങ്കിലും ഇതിന്റെ അർത്ഥം ശരിക്ക് മനസ്സിലായിട്ടില്ല. ഈ മായ എന്നത് 4-ാമത്തെ അധ്യായത്തിന്റെ പേരും കൂടിയാണ്. മായാദർശനം എന്നാണ് 4-ാമത്തെ അധ്യായത്തിന്റെ പേര്. മായ എന്നതിന് ഇല്ലാത്തത് എന്നൊരർത്ഥമുണ്ട്, ഇല്ലേ? ന വിദ്യതേ യാ സ മായ എന്നാണ് മായയെ നിർവചിച്ചിട്ടുള്ളത്. മനസ്സിനെ നിർവചിച്ചിട്ടുള്ളതാ മനോമയമിതം സർവം ന മനക്വാപി വിദ്യതേ എന്നാണ്. മനസ്സാണ് എല്ലാം, എന്നാൽ ഈ മനസ്സ് എവിടെയില്ല എന്നാണ്. അപ്പൊ മായയും മനസ്സും ഒരു വലിയ ചാർച്ചക്കാരാണ് അവര്. അവരുടെ ചാർച്ച എന്താണ്? അവരുടെ ബന്ധം രണ്ടൊന്ന് തന്നെ പരിപാടി. അടിസ്ഥാനപരമായിട്ട് മായയും മനസ്സും ഒന്ന് തന്നെ. ഓരോ അധ്യായങ്ങളും നമ്മുടെ പ്രാപഞ്ചിക ബോധത്തെ എങ്ങനെയാണോ അപഗ്രഥിച്ച് കാണിച്ചു തരേണ്ടതെന്ന് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നതാണ്, അല്ലേ? ശരിക്കും പ്രപഞ്ചാനുഭവത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രയാസമൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്. ഇപ്പൊ പണ്ടത്തെ പോലെ കരയാറൊന്നും ഇല്ലല്ലേ ഓരോന്നിനെ കുറിച്ച് ആലോചിച്ചിട്ട്? പണ്ടൊക്കെ എത്രമാത്രം കരയുമായിരുന്നു. ഇപ്പൊ കാര്യം മനസ്സിലാവും. ഇത്രയൊക്കെ തന്നെയുള്ളത്, അടിസ്ഥാനപരമായിട്ട് ഇത്ര തന്നെയുള്ളൂ, അല്ലേ? മായയെ കുറിച്ച്, മായ എന്താ? മായ എന്ന് പറയുന്നത് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നല്ലേ മായ? ഓരോ ദിവസം തന്നെ നമ്മുടെ ജീവിതത്തിൽ. നിങ്ങളുടെ ജീവിതം തന്നെ എടുത്തു നോക്കൂ, ഒരു മായാനുഭവം പോലെയല്ലേ? ജനക മഹാരാജാവിന്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ജനക മഹാരാജാവ് സ്വപ്നം കാണുന്നതാണ്. ആ ജനക മഹാരാജാവ് സ്വപ്നം കാണുന്നത്
അത് മഹാരാജാവല്ലേ, മഹാരാജാവിന് സ്വപ്നം കാണാമല്ലോ. എവിടെ കിടന്നിട്ട്? പള്ളിമെത്തയിൽ കിടന്നിട്ടാ സ്വപ്നം കാണുന്നത്, ഉറങ്ങുന്ന നേരത്ത്. എന്താ കാണുന്നത്? അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം ഒരു പിച്ചക്കാരനായിട്ട് മാറിയിരിക്കുന്നു. പിച്ചക്കാരനായിട്ട് സ്വപ്നത്തിൽ കാണുന്നതാണ്, പിച്ചക്കാരനായിട്ട് ഇങ്ങനെ ഏതോ ഒരു വിജനമായ സ്ഥലത്തല്ല, ഒരു ടൗണില്, ഒരു വലിയ പട്ടണത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. ഭക്ഷണം കഴിക്കണമെന്നുണ്ട് അദ്ദേഹത്തിന്. ഫുഡ് കഴിക്കാനുള്ള വിശപ്പ് സഹിക്ക വയ്യ. അങ്ങനെ സഹിക്ക വയ്യാതെ ഇങ്ങനെ നടക്കുക. ഓരോ വീടിന്റെ അടുത്തും പോയിട്ട് ചോദിക്കും, വിശന്നിട്ട് വയ്യ എന്ന് പറയും. അപ്പൊ ഈ പിച്ചക്കാരനെ കണ്ടിട്ട് ആട്ടി ഓടിക്കും, ഇപ്പൊ അവിടെ എന്ന് പറയും. നമ്മൾ ചെയ്യാറുള്ള പോലെ അല്ലേ? നിങ്ങൾ ചെയ്യോ? അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ആര് ഭക്ഷണം ചോദിച്ചാലും കൊടുത്തേക്കണം. അയാള് കള്ളനാണോ കൊള്ളക്കാരനാണോ നോക്കണം. ഭക്ഷണം ചോദിച്ചല്ലോ, അതന്നെ വലിയൊരു, നമ്മൾ ഭക്ഷണം കൊടുക്കാൻ കഴിവുള്ള ഒരാളാണെന്ന് അയാൾക്ക് നമ്മളുള്ള വിശ്വാസം കൊണ്ടല്ലേ അയാൾ ചോദിക്കുന്നത്. നടരാജ ഗുരു അമേരിക്കയിൽ യാത്ര ചെയ്യുന്ന നേരത്ത് നടരാജ ഗുരുവിന്റെ ശിഷ്യൻ പറഞ്ഞു, അമേരിക്കയിൽ ഭിക്ഷാന്തേഹികൾ കുറവാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവര് ഭിക്ഷ യാചിച്ച് നടക്കാറില്ല. അവരൊരു പ്ലേക്കാർഡിൽ ഇങ്ങനെ എഴുതി വയ്ക്കും, ഞാനൊരു പിച്ചക്കാരനാണ്. അങ്ങനെയല്ല എഴുതാം, ഹോംലെസ് എന്ന് പറയും, എഴുതി വയ്ക്കും. ഹോംലെസ് എന്ന് പറയാൻ എന്താ? വീടില്ലാത്ത. ഒരു പ്ലേക്കാർഡ് എഴുതിയിട്ട് ഇങ്ങനെ കുത്തി വെച്ചിട്ട് അതിൻ്റെ അടിയിലിരിക്കും ഇങ്ങനെ. ആരെങ്കിലും കൊടുത്താൽ കൊടുത്തു. അപ്പോൾ നടരാജ ഗുരുവിനോട് ശിഷ്യൻ പറയാണ്, ഒരു അമേരിക്കൻ ശിഷ്യൻ പറഞ്ഞു, ഇന്ത്യയിൽ പിച്ചക്കാരുടെ ശല്യം സഹിക്കുക വയ്യ. അതേപോലെയാണ് എവിടെ ചെന്നാലും അതേപോലെ. അപ്പോൾ നടരാജ ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു, അത് സൂചിപ്പിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് പിച്ചക്കാരായിട്ട് മാറിയത് മനുഷ്യന്റെ അടുത്ത് വന്ന് അന്നം യാചിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനില് വേറൊരു മനുഷ്യനിലുള്ള വിശ്വാസം കൊണ്ടാണ്. ഇവിടെയുള്ള ആളുകൾക്ക് ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ചോദിച്ചാൽ കൊടുക്കില്ല എന്നറിയാം, ചിലപ്പോൾ തല്ലും കൊടുക്കും. അപ്പോൾ നമ്മുടെ അവിടെ അങ്ങനെയല്ല. നമ്മൾ ഭക്ഷണം ചോദിച്ചാൽ മനുഷ്യൻ കൊടുക്കും, ഇല്ലേ? നമ്മുടെ സംസ്കാരത്തിലെ ഏറ്റവും വലിയ ഒരു ഒരു മുദ്രാവാക്യം എന്താണെന്നറിയോ? അന്നദാനം മഹാദാനം എന്നാണ്, അല്ലേ? അന്നദാനത്തെ മഹാദാനമായിട്ട് കണ്ട ഒരു ഇടമാണ് ഭാരതം. ആ ഭാരതത്തില്, കേരളത്തിൽ കുറവാണ് കേട്ടോ, കേരളത്തിൽ അധികം വേരൂന്നാത്തതാണ് ഭാരതീയ സംസ്കാരം. വടക്കേ ഇന്ത്യയിലൊക്കെ പോയാല്, വടക്കേ ഇന്ത്യയിൽ പോയാല് അന്നദാനം ഒരു എല്ലായിടത്തും കാണാൻ അന്നദാനം. അത് സിഖുകാരാണ് നല്ലവണ്ണം. സിഖുകാര് അവരുടെ അടുക്കള എല്ലായിടത്തും ഇടും. ഇപ്പൊ ഹിമാലയ യാത്രയൊക്കെ പോണ സമയത്ത് നമുക്ക് സിഖുകാരുടെ അന്നദാനശാലകളുണ്ടാവും. അവര് വഴിയിൽ നിന്നിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് തരും. ഞങ്ങള് ഒരിക്കൽ ശിവജി സാറായിട്ടൊക്കെ പോയപ്പോഴാണ് തോന്നുന്നു, ഞങ്ങളുടെ കാറ് തടഞ്ഞു നിർത്തി. ഞാൻ വിചാരിച്ചു തല്ലാനാണോ ഒരു വിളി തടഞ്ഞു നിർത്തുന്നതെന്ന് വിചാരിച്ചു. ഇവിടെ എന്നിട്ട് ഇറങ്ങി വരാൻ പറയാനോട്, ഇറങ്ങി വരാൻ. അപ്പൊ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു അടുക്കളയുണ്ട് അവർക്ക് റോഡ് സൈഡിൽ തന്നെ. എന്നിട്ട് പറഞ്ഞു ആവശ്യത്തിന് കഴിക്കാൻ ഇതല്ലാതും. റൊട്ടിയൊക്കെ ഉണ്ടല്ലോ അടക്കി വെച്ചിരിക്കുക. അപ്പൊ നമ്മളുടെ നാട്ടില് ഭക്ഷണം കൊടുക്കാന്ന് പറയുന്നത് വലിയ ഒരു. ജനക മഹാരാജൻ ഇങ്ങനെ ഭക്ഷണം യാചിച്ച് നടന്നു. പക്ഷെ അന്ന് അദ്ദേഹത്തിനെ എല്ലാവരും ആട്ടി ഒടുക്കി. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ വ്രണങ്ങൾ ഉണ്ടായിരുന്നു, അഴുകിയ വസ്ത്രങ്ങളായിരുന്നു അദ്ദേഹത്തിന്. ജനക മഹാരാജൻ സ്വപ്നത്തിൽ കാണുന്ന പിച്ചക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കുഷ്ഠരോഗിയെ പോലെ ഒരാളെ കണ്ടപ്പോൾ ആളുകൾ ഓടിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം നടക്കുമ്പോൾ അവസാനം ഒരു സ്ഥലത്തെത്തി. അതൊരു അന്നദാനം ചെയ്യുന്ന ഒരു ശാലയായിരുന്നു, ഒരു ഇടമായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു അവരുടെ പാത്രത്തിൽ കൊടുക്കൂല,
നീ പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. ഇദ്ദേഹം ഒരു പാത്രം എടുക്കാൻ പലയിടത്തും ചോദിച്ചിട്ട് ആരും കൊടുത്തില്ല. അവസാനം വേസ്റ്റ് ഇടുന്ന സ്ഥലത്തു നിന്ന് ഒരു പാത്രം കിട്ടി, ഒരു മൺചട്ടി കിട്ടിയത്. ആ മൺചട്ടിയുമായിട്ട് അദ്ദേഹം വന്ന് ഭക്ഷണം വാങ്ങിച്ച് ആ ഭക്ഷണവും കൊണ്ടുപോയിട്ട് മരച്ചോട്ടിൽ ഇരുന്ന് കഴിക്കാൻ തുടങ്ങിയില്ല. അപ്പോഴേക്കും ഒരു കാളക്കൂറ്റൻ മുക്കറ ഇട്ടുകൊണ്ട് വന്ന് അദ്ദേഹത്തെ കുത്തി. ഈ ചട്ടിയിലേക്ക് അതൊക്കെ പോയി, എല്ലാം പോയി, പൊട്ടിത്തകർന്നു. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഷോക്കായി. വിശന്ന് വലഞ്ഞിട്ട് കഴിക്കാനായിട്ട് ഇരുന്ന സമയത്താണ് ഈ കാള വന്ന് തട്ടിയെല്ലാം തകർക്കുന്നത്. കണ്ണുറന്നത് ഉറക്കത്തിന് കണ്ണു തന്നപ്പോ, അതായത് മഹാരാജന് പള്ളി ഉണർത്ത് പാട്ടുകളൊക്കെ ആയിട്ട് ഉഴലൂത്ത് കടത്തിക്കൊണ്ടിരിക്കും ആള്. ആരാ? കൊട്ടാരത്തിലാണ് നടക്കുന്ന സംഭവം. അപ്പോ ജനകൻ ഇങ്ങനെ കൊട്ടാരത്തില് പള്ളിമെത്തയിൽ കിടന്നിട്ട് ആലോചിക്കുകയായിരുന്നു, പിച്ചക്കാരനായിട്ടുള്ള ഞാനാണോ ശരി, പള്ളിമെത്തയിൽ കിടക്കുന്ന ഞാനാണോ ശരി, ഇതിലേതാണ് ശരിയെന്ന്. സ്വപ്നം കണ്ട് നമ്മൾ ഉണർന്നു വരുമ്പോൾ ഒരു ഹാങ് ഓവർ ഉണ്ടാവില്ല നമുക്ക്. പുലി പിടിച്ചു നിന്ന ഞാനാണോ ശരി, കട്ടിലിൽ കിടക്കുന്ന ഞാനാണോ ശരി ഇല്ലേ? പുലി നിന്ന് ചിലപ്പോ ആന ചവിട്ടുന്നൊക്കെ ആയിരിക്കും കാണാം, പേടിച്ചിട്ട്. ഇല്ല, ഏതാ ശരി ഇതില്? ഇന്ന് കട്ടിൽ കിടക്കുന്ന ജനക മഹാരാജനാണോ ശരി, പിച്ചക്കാരനായിരുന്ന ആളാണോ ശരി? രണ്ടും ശരിയാണോ? രണ്ടും ശരിയല്ല. പിച്ചക്കാരനായ ജനകൻ ജീവന്റെ സ്വപ്നമായിരുന്നു. കട്ടിലിൽ കിടക്കുന്ന ജനകനോ ഈശ്വരന്റെ സ്വപ്നമാണ്. രണ്ടും സ്വപ്നമാണ് കിടക്കുന്നത്. ഒന്ന് വ്യവഹാര സ്വപ്നവും വേറൊന്ന് പ്രതിഭാസ സ്വപ്നവുമാണ്. അപ്പോ പക്ഷെ വ്യവഹാരത്തിലിരിക്കുന്ന ഒരു ജീവന് വ്യവഹാര സത്യമായിട്ട് തോന്നും, ഇല്ലേ? വ്യവഹാരത്തിലിരിക്കുന്ന ഒരു ജീവന് വ്യവഹാര സത്യമായിട്ട് തോന്നും. സ്വപ്നത്തിലിരിക്കുന്ന ജീവനോ സ്വപ്നം സത്യമായിട്ട് തോന്നും. ഇത് വലിയൊരു ഇതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വപ്നത്തിൽ നിന്ന് നിങ്ങൾ ഉണർന്നില്ലെങ്കിലോ ആ പിച്ചക്കാരനായിട്ട് ജീവിക്കാം, ജീവിതാന്ത്യം വരെ പിച്ചക്കാരനായിട്ട് ജീവിക്കാം, അല്ലേ? സ്വപ്നത്തിൽ നിന്ന് ഉണർന്നില്ലെങ്കിൽ. എന്നാൽ നമ്മളുടെ ഉറക്കങ്ങൾക്കൊക്കെ ഒരു 10-12 മണിക്കൂറിൽ കൂടുതലും ദൈർഘ്യമില്ലല്ലോ, അല്ലേ? അതുകൊണ്ട് ഈ മായ എന്തെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഉദാഹരണം പറയും. സ്വപ്നത്തിലെ പിച്ചക്കാരന്റെ സ്വാധീനം നമ്മുടെ മനസ്സിനുണ്ടായി. എന്നാൽ വ്യവഹാരത്തിലുള്ള നമ്മുടെ രാജാവ് എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണത്, അതൊരു യാഥാർത്ഥ്യമല്ലത്. ഈ മായ എന്ന് പറയുന്ന അനിർവചനീയയാണ്, നിർവചിക്കാൻ പറ്റാത്ത ഒന്നാണ് മായ. ശരിയാണോ അത്? ശരിയല്ല. തെറ്റാണോ? തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ. ജനക മഹാരാജാവ് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, അത് സങ്കല്പത്തിലുള്ള, അത് പരമാർത്ഥമല്ല. ഈ ഒരു യുദ്ധം വന്നു, വേറൊരു രാജവംശം വന്ന് ഈ രാജവംശത്തെ കീഴടക്കി, രാജാവിനെ പിടിച്ചുകൊണ്ട് അടിമയാക്കി, അദ്ദേഹത്തെ തടങ്കലിലിട്ടു. അപ്പോ വ്യവഹാരത്തിലുണ്ടായിരുന്ന ജനക മഹാരാജാവ് ഇപ്പോൾ അടിമയായി മാറി. നമ്മൾ ഈ കാണപ്പെടുന്ന ഈ ലോകത്തിന്റെ ക്ഷണികതയെ കുറിച്ച് നല്ലവണ്ണം ബോധ്യത്തോടു കൂടിയിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ദുഃഖത്തിന്റെ അവകാശമില്ല. സ്ഥായിയായി ഒന്നുമില്ല എന്നുള്ളതാണ്. ബുദ്ധമതത്തിന്റെ പ്രമാണങ്ങളിലൊന്ന് സ്ഥായിയായിട്ടൊന്നുമില്ല. നമ്മൾ ഈ ലോകത്തൊന്നിലും സ്ഥായിത്വം കാണാൻ ശ്രമിക്കരുത്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ നമ്മളുടെ മനസ്സെപ്പോഴും നമ്മളുടെ നേട്ടത്തിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളെ ആഗ്രഹങ്ങൾക്ക് അനുകൂലമല്ലാതെ എന്തെങ്കിലും വന്നാൽ നമുക്ക് ദുഃഖം ഉണ്ടാകുന്നു. 100 പേര് ആഗ്രഹിച്ചു, 100 പേരുടെ ആഗ്രഹം സഫലീകരിക്കപ്പെടണമെന്നില്ല. 50 പേരുടെ സഫലീകരിക്കാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കാം. 50 പേർക്ക് ദുഃഖം ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ ഈ ലോകത്ത് സുഖദുഃഖ സമ്മിശ്രമാണ് ലോകം. മനസ്സ് സുഖദുഃഖങ്ങൾ ഒരുപോലെ അനുഭവിക്കുന്നു, രണ്ടും അനുഭവിക്കും. 50% സുഖം ഉണ്ടെങ്കിൽ 50% ദുഃഖമുണ്ട് മനസ്സിന്.
കാരണം മനസ്സ് ദ്വന്ദ്വാത്മകമാണ്, രാഗദ്വേഷ കലുഷിതമാണ്. ഇതൊക്കെ മനസ്സിന്റെ പ്രത്യേകതകളാണ്. മനസ്സ് നിശ്ചലമല്ല, ചഞ്ചലമാണ്. മനസ്സിന് ആന്തോളനമുണ്ട്. ഒരു പെൻഡുലം പോലെ ആടുന്നതാണ് മനസ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിനെ വിശ്വസിക്കാനും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നർത്ഥം അല്ലേ? മനസ്സിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ശരിയല്ലേ? വിശ്വസിക്കാൻ കൊള്ളു മനുഷ്യനെ? ഏത് മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളാം? അതുകൊണ്ട് അതൊരു ദോഷമാണോ? മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളില്ല, അതൊരു ദോഷമല്ല. മനസ്സുള്ളിടത്തോളം കാലം മനുഷ്യ മനസ്സിനും ചാഞ്ചല്യമുണ്ട്. അത് മനസ്സിന്റെ പ്രത്യേകതയാണത്. അപ്പൊ അത് മനസ്സിലാക്കിയ ഒരാള് എനിക്ക് വാക്ക് തന്നു, അത് പാലിച്ചില്ല എന്നൊരു ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അത് മനസ്സിന്റെ പ്രത്യേകതയാണ്. അത് വാക്ക് ഭഞ്ജിക്കാനുള്ളതാണ്. അതുകൊണ്ട് വാക്ക് തന്നു എന്ന പേരിൽ വലിയ വലിയ തത്വങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ഇപ്പൊ കൈകേയിക്ക് ദശരഥൻ വാക്ക് കൊടുത്തു. ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടി, അതായാലും വലിയ ദുഃഖം അല്ലേ? രാമായണം തുടങ്ങുന്നത് അവിടെയാണ്. അവിടെ മുഴുവനും കൈകേയിക്ക് ഒരു വാക്ക് കൊടുത്തു. എന്ത്? ദേവാസുര യുദ്ധത്തില് ദശരഥൻ പങ്കെടുത്ത സമയത്ത് ദശരഥന്റെ ഈ തേരിന്റെ ഒരു ആണി ഊരിപ്പോയത്ര. ആകാശത്ത് വെച്ചിട്ട് ആ തേര് തകർന്നു വീഴാതിരിക്കാൻ കൈകേയി കൂടെ ഉണ്ടായിരുന്നു യുദ്ധത്തിൽ. എന്നാ കഥകളൊക്കെ. കൈകേയി കൂടെ പോയി യുദ്ധത്തിൽ. ഒരു വിരലിട്ടു ആണിക്കുമായിരുന്നു. ആണിക്ക് പകരം ഒരു വിരലിട്ടു വരും. ആണിക്ക് പകരം വിരലിട്ട് ആ ദശരഥന് അറിഞ്ഞില്ല. യുദ്ധം കഴിഞ്ഞപ്പോഴാണ് പറയേണ്ടത് വിരല് ആണിയുടെ സ്ഥാനത്തിരിക്കുക. തന്റെ ഭാര്യയുടെ ത്യാഗം മനസ്സിലാക്കിയിട്ട് എന്ത് ചോദിച്ചാലും കൊടുക്കാന്ന് പറയും. 3 വരം ചോദിച്ചോളാൻ പറഞ്ഞു. 2 വരാണോ? 2 വരം ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അത് ന്യാസമായിട്ട് വെച്ചു. ന്യാസം വെച്ചപ്പോ കയ്യിൽ വെച്ചോ, ഞാൻ ചോദിച്ചോളാം, പിന്നെ ചോദിച്ചോളാം. ന്യാസം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ചോദിച്ചില്ല. ഈ വരം മന്ധരയ്ക്ക് അറിയാമായിരുന്നു അത്രേ. ഈ വരമാണ് മന്ധര ചോദിക്കാൻ പറഞ്ഞത്. അപ്പൊ അന്ന് കൊടുത്ത വാക്കല്ലേ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ വലിയ ചർച്ച രാമായണൻ ധർമ്മം അധർമ്മം. ഇടയ്ക്ക് ലക്ഷ്മണൻ ചോദിക്കുന്നുണ്ട്, അച്ഛനെ പിടിച്ചു കെട്ടി ഇവിടെ ഇട്ട് രാമന് ആ സിംഹാസനം ഏറ്റെടുത്തുകൂടെന്നൊക്കെ ലക്ഷ്മണൻ ചോദിക്കുന്നുണ്ട് രാമനോട്. അച്ഛനെ പിടിച്ചു കെട്ടാൻ രാമൻ കെട്ടു. രാമൻ ധർമാത്മാവാണ്. രാമന്റെ ധർമ്മം അച്ഛനെ പിടിച്ചു കെട്ടാത്തതാ. ലക്ഷ്മണന്റെ ധർമ്മവും അച്ഛനെ പിടിച്ചു കെട്ടുന്നതാണ്. അപ്പൊ അവിടെ തന്നെ ധർമ്മസമ്മൂഢമായിട്ടുള്ള അവസ്ഥയുണ്ട്. ഏതാ ശരി എന്നുള്ളത്. അപ്പൊ ഭാരതീയ സംസ്കാരത്തില് അച്ഛൻ എന്ന് പറയുന്നത് വലിയ ഒരു പിരമിഡാണ്. ഇങ്ങനെ അച്ഛൻ ഇന്നിപ്പോ വലിയതൊന്നും ഇല്ലത് അല്ലേ? എന്നാലും ചില കവിതകളിലൊക്കെ അത് കേൾക്കുമ്പോ അച്ഛൻ എന്നോ, അച്ഛൻ, എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ വലുതാണ്. ആ അച്ഛൻ തന്നെയായിരിക്കും ചിലപ്പോ മകളെ റേപ്പ് ചെയ്യുന്നതൊക്കെ അച്ഛൻ തന്നെയാണ്. അപ്പൊ ഈ അച്ഛൻ എന്ന് പറയുന്നത് വലിയൊരു സങ്കല്പമാണ് ധാർമ്മിക മൂല്യത്തിന്റെ. ആ സങ്കല്പത്തിലേക്ക് ചിലപ്പോൾ ഉയരാത്ത സന്ദർഭങ്ങൾ വരുന്നുണ്ട് ജീവിതത്തിൽ. ഇതൊക്കെ ഈ ജീവിതം എന്നത് നമ്മളുടെ മൂല്യവിവക്ഷയിൽ ഇരിക്കുന്നതല്ല. ഈ മനസ്സുള്ളിടത്തോളം കാലം മനസ്സാണ് ഇതിന്റെ അടിസ്ഥാനം. മനസ്സിനെ പിടിച്ച് നല്ല ഉയർന്ന ഒന്നിൽ കെട്ടിയാൽ മനസ്സ് ഉറപ്പുള്ളതായി. മനസ്സിനെ കെട്ടുന്നത് ഒരു ഇളകുന്ന കുറ്റിയിലാണെങ്കിലോ മനസ്സ് ഇളകിക്കൊണ്ടിരിക്കും. ഇതാണ് പ്രത്യേകത. അപ്പോൾ മായൈവ ജഗതാമാദി കാരണം. മായയാണ് ജഗത്തിന്റെ ആദി കാരണം എന്ന് പറയുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ ആദികാരണം എന്ന് പറഞ്ഞാൽ മായ ഉപാദാന കാരണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഉപാദാന കാരണത്തെയും നിമിത്ത കാരണത്തെയും കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടോന്ന് അറിയില്ല നിങ്ങൾ. എന്താ ഉപാദാന കാരണം? ഉപാദാനം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കോസ് എന്നാണ് അതിന്റെ അർത്ഥം. മെറ്റീരിയൽ കോസ് എന്ന് പറഞ്ഞാൽ എന്താ? കുടമുണ്ടാക്കാൻ കളിമണ്ണ് എന്താണ്? കളിമണ്ണ് കുടമുണ്ടാക്കുമ്പോ കാരണമാണ് അല്ലെ? കളിമണ്ണ് കുടത്തിന്റെ കാരണമാണ്.
കുശവൻ കാരണമല്ലേ? കളിമണ്ണ് ഇതിൽ ഉപാദാന കാരണവും കുശവൻ നിമിത്ത കാരണവുമാണ്. അതെന്താ അങ്ങനെ രണ്ട് കാരണം വന്നത് അല്ലേ? വ്യവഹാരത്തിൽ നോക്കുമ്പോ ഒരു കുശവൻ കുടമുണ്ടാക്കുന്നു, കുശവനെ ഉണ്ടാക്കുന്ന ആളാണ്, കുശവന്റെ ബുദ്ധിയാണ് കുടമായിട്ട് തീരാൻ കാരണം. എന്തെങ്കിലും ഒരു ബുദ്ധി പ്രവർത്തിച്ചാലല്ലേ കളിമണ്ണ് കുടാവുള്ളൂ, അല്ലെങ്കിൽ കുടാവൂ? ബുദ്ധി വേണം, ഒരു ബുദ്ധി പ്രവർത്തിക്കണം. കുടമെന്ന സങ്കല്പത്തെ സങ്കല്പിക്കാൻ കഴിയുന്ന ഒന്ന് വേണം, വേണ്ടേ? എന്നാൽ പ്രപഞ്ചത്തെ സങ്കല്പിക്കുന്നത് ആരാ? പ്രപഞ്ചത്തെ സങ്കല്പിക്കുന്ന കുശവൻ ആരാണ്? പ്രപഞ്ചത്തിന്റെ ഈശ്വരൻ, പരമേശ്വരനാണല്ലേ. അപ്പോ അത് നിമിത്ത കാരണമാണ്. കളിമണ്ണ് എന്താ? പ്രപഞ്ചത്തിന്റെ കളിമണ്ണാണ് മായ, ഉപാദാന കാരണം. അതിന്റെ മെറ്റീരിയൽ സബ്സ്റ്റൻസ് ആണ് ഈ മായ എന്ന് പറയാം. അങ്ങനെയാണ് വേദാന്തം അതിനെ വിലയിരുത്തുന്നത്. മായ ഉപാദാന കാരണം അത്രേ. ഇതില് വ്യാഖ്യാതാവായിട്ടുള്ള ദീധിതി എന്ന് വ്യാഖ്യാനം ചെയ്തിട്ടുള്ള വിദ്യാനന്ദ സ്വാമികൾ പറയുന്നു, മായ ഏവ, മായ തന്നെ ജഗതാം, ജഗത്തിന്റെ ആദി കാരണം, പണ്ടുപണ്ടേയുള്ള ഉപാദാന കാരണം. മായിനഹ നാന്യത്, മായിനഹ, മായി എന്ന് പറഞ്ഞാൽ ആരാ? ആത്മാവ്. മായാവി എന്ന് പറയില്ലേ, അതാണ് മായി. സംസ്കൃതത്തിൽ മായി എന്ന് പറയുന്നത് മായാവി. ഈ മായാവിയിൽ നിന്ന് അന്യമല്ലാത്തതാണ് ഈ മായ. മായ എവിടെ ഇരിക്കുന്നു? അപ്പോ മായാവിയിലിരിക്കുന്നു, ആത്മാവിലിരിക്കുന്നു, ഈശ്വരനിലിരിക്കുന്നു. ആ മായ സിദ്ധിജാലവത് അസത്യം, സിദ്ധിജാലം പോലെ അസത്യമായിരിക്കുന്നതായ സർവം, ഈ പ്രപഞ്ചത്തെ എല്ലാം തയാഹി, ആ മായയാൽ തന്നെ, അവളാൽ തന്നെ, തയാ എന്ന് പറഞ്ഞ അവളാൽ തന്നെ, മായയ്ക്ക് സ്ത്രീലിംഗവത കൊടുത്തിരിക്കുന്നത്, അവളാൽ തന്നെ, മായയാൽ തന്നെ നിർമ്മിതം, സൃഷ്ടിക്കപ്പെട്ടതാകുന്നു. അതായത് ഈശ്വരന്റെ ശക്തിയാണ് മായ, ഈശ്വരന്റെ ശക്തിയാണ് മായ. ഈ മായയാണ് ആദി കാരണം. അപ്പൊ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയും ചില സമയത്ത് ആളുകൾ. മായയാണ് ആദി കാരണം, അപ്പൊ ഈശ്വരനോ? ഈശ്വരനെയും പറയാം, അങ്ങനെയും പറയാം, അങ്ങനെയും പറയാം അല്ലേ? അപ്പൊ അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു ചോദിച്ചു കഴിഞ്ഞാല്, ഈശ്വരന് കർത്തൃത്വമില്ല. കർത്തൃത്വമൊക്കെ ഈ പെണ്ണും പിള്ളേനെ ചാരി, നീയാ എല്ലാറ്റിന്റെയും കാരണം. ഏത് കുടുംബത്തിൽ ചെന്നാലും ഒരു പുരുഷൻ ആദ്യം കുറ്റപ്പെടുന്ന സ്ത്രീയല്ലേ, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. വീട്ടില് കുട്ടികള് കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാ അച്ഛൻ പറയും നീയാണോ, അല്ലേ? അങ്ങനെയല്ലേ? അതാണ് അതിന്റെ രീതി. അതുപോലെ തന്നെ ഈശ്വരനും കയ്യൊഴിയും. എന്നിട്ട് മായയെ പറയും നീയാണ് ഈ കർത്തൃത്വമൊക്കെ ഉണ്ടാക്കി, ഈ പ്രപഞ്ചം ഉണ്ടാക്കി, ഇവിടെ ദുഃഖം ഉണ്ടാക്കിയെന്ന് മായയുടെ തലയിൽ കെട്ടിവെക്കും. മായാവി ഒന്നും അറിയില്ല, ഈശ്വരനൊന്നും അറിയാത്തവനാണ്. കർത്തൃത്വമില്ല, എനിക്ക് കർത്തൃത്വമൊന്നുമില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ പ്രപഞ്ചമോ അതെങ്ങനെ ഉണ്ടായി? കുട്ടികളുടെ കാര്യം പറയുമ്പോഴേ, കുട്ടികളുടെ കാര്യം പറയുമ്പോ നിന്റെ കുട്ടികളല്ലേ എന്റേതാണോ എന്ന് ചോദിക്കില്ലേ? അങ്ങനെയല്ലേ ചോദിക്കുക? കർത്തൃത്വം മായയ്ക്ക് കൊടുത്തിരിക്കുന്നു. പരമാത്മാവിന് കർത്തൃത്വമില്ല. പരമാത്മാവ് അകർത്താവാണ്. കാരണം പരമാത്മാവിന് കർത്തൃത്വം വരികയാണെങ്കിൽ പരമാത്മാവ് ബന്ധനസ്ഥനായിരിക്കും. അപ്പൊ പരമാത്മ വിചാരം ചെയ്യാനായിട്ട് കർത്തൃത്വമുള്ള ഒന്നിൽ വിചാരം ചെയ്തു കഴിഞ്ഞാൽ ആ കർത്തൃത്വ ദോഷം വിചാരവാനും തീണ്ടുന്നതായിരിക്കും. അതുകൊണ്ട് പരമേശ്വരന്റെ ശക്തിയായിട്ടുള്ള മായയ്ക്ക് ആണ് ഈ പ്രപഞ്ച സൃഷ്ടാവിന്, പ്രപഞ്ച കാരണം ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അത് അദ്വൈത വേദാന്തം മറ്റു ചിന്തകളിലൊന്നും കാണാത്തതാണ്. അദ്വൈത വേദാന്തത്തില് മായ ഈശ്വരന്റെ ശക്തിയാണ് എന്ന് പറയുമ്പോൾ
വേറൊരു സത്തയായിട്ട് മായ എണ്ണാൻ പറ്റില്ല. വേറൊരു സത്തയല്ല മായ. മായ എന്ന് പറയുന്നത് രണ്ടാമതൊരു സത്തയൊന്നുമില്ല. ഒരു സത്തയേ ഉള്ളൂ, അത് പരമാത്മാവ് തന്നെ. ആ പരമാത്മാവിൻ്റെ ഒരു ശക്തിയാണ് മായ. അപ്പോൾ പരമാത്മാവിൻ്റെ ശക്തിയായ മായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. അതിൽ നിന്ന് തന്നെ പ്രപഞ്ചത്തിൽ നിന്ന് അന്യമാണോ മായ? അന്യമല്ല, അനന്യയാണ്. അനന്യയാണ് മായ. അപ്പോൾ ഈ മായാവിയുടെ സാന്നിധ്യത്തിൽ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നു. മായാവിയുടെ സാന്നിധ്യം, മായാവി സാക്ഷിയാണ്. മായാവി സാക്ഷിയാണ്, ഈശ്വരൻ സാക്ഷിയാണ്. ഈശ്വരൻ ചെയ്യുന്നവനല്ല, പക്ഷെ മായ ചെയ്യും, കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഏറ്റവും നല്ല മാനേജർ മായയാണ്, അല്ലേ? വീട്ടിലെ മാനേജരും സ്ത്രീകൾ തന്നെയല്ലേ? ഇപ്പൊ ആളുകൾക്ക് സ്ത്രീ ആയിരിക്കാനൊന്നും ഇഷ്ടമല്ല. സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല എന്ന് പറയും, അല്ലേ? വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. സ്ത്രീയാണ് പുരുഷനാണെന്നൊക്കെ പറയുന്നത് അത്ര വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കണ്ട. അങ്ങനെ ഒരു സ്ത്രീയാണ് പുരുഷനാണെന്നൊക്കെ പറയും. സ്ത്രീകൾ രാത്രിയായി ഇറങ്ങി നടക്കരുത് എന്നൊക്കെ. പുരുഷനെ ഇറങ്ങി നടക്കാമോ? അങ്ങനെ ചോദിക്കില്ലേ? പുരുഷനെ ഇറങ്ങി നടക്കാം, സ്ത്രീക്ക് ഇറങ്ങി നടക്കാം, അല്ലേ? അത്ര സ്വതന്ത്ര വിചാരങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്ന്. എന്തുകൊണ്ടാണ് സ്ത്രീക്ക് ഇറങ്ങി നടക്കാൻ പറ്റാതെ? മനുഷ്യന്റെ കയ്യിലിരിപ്പ് തന്നെ, അല്ലേ? മനുഷ്യൻ നല്ലവനാണെങ്കിൽ ആരിറങ്ങി നടന്നാലും എന്താ പ്രശ്നം? ഒരു ഭൂതപ്രേതാദികളും ഇവിടെ മനുഷ്യന് ഉപദ്രവിച്ചതായിട്ട് ഇന്നുവരെ കേട്ടിട്ടില്ല, അല്ലേ? ഏതെങ്കിലും ഭൂതപ്രേതാദികള് ഒരു സ്ത്രീയെ ഉപദ്രവിച്ച് ഇന്ന ഭൂതത്തെ അറസ്റ്റ് ചെയ്തു എന്നാ, ഇന്ന പ്രേതത്തെ അറസ്റ്റ് ചെയ്തു എന്നാ ഇന്നുവരെ കേട്ടിട്ടില്ല. എന്നാലും ഒരാൾ ഇന്നും ഒരു ശ്മശാനത്തിൽ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞ ഉറങ്ങില്ല, അല്ലേ? ഉറങ്ങുമോ? ഉറങ്ങാൻ പാടാ, ഇത്തിരി പാടാ. അപ്പോ മായൈവ ജഗദാമാദി കാരണം നിർമ്മിതം തയാ സർവം ഹി മായിനോ നാന്യത് അസത്യം സിദ്ധിജാലവത്. മായയിൽ നിന്നും അന്യമല്ലാത്തതായ ഈ മായ സിദ്ധിജാലം പോലെ. സിദ്ധിജാലം എന്ന് പറഞ്ഞാലും ഇന്ദ്രജാലം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. സിദ്ധിജാലം, ഒരു യോഗിയാണ് സിദ്ധിജാലത്തെ ഉണ്ടാക്കുന്നത്. യോഗിയുടെ സിദ്ധികള് കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടില്ല, അല്ലേ? യോഗിയുടെ സിദ്ധി, യോഗസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടസ്ഥനായി, അല്ലേ? കൂടസ്ഥനായി നിലയിൽ നിന്നിളകാതെ കായവ്യൂഹം ധരിച്ച് വിഹരിച്ചിടുവിങ്ങു യോഗി. ഒരു ഉറച്ചൊരിടത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഒരു യോഗിക്ക് പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടാൻ പറ്റും. അതെങ്ങനെ എന്ന് ചോദിക്കാം, അല്ലേ? ചിലപ്പോഴൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോ ചില ഗുരുക്കന്മാര് അങ്ങനെ കാണിക്കാറുണ്ട്. പെട്ടെന്ന് നമ്മളുടെ അടുത്ത് വന്ന് സംസാരിച്ച പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഗുരു അവിടെ ഉണ്ടായിരുന്നില്ല, നാട്ടിലൊന്നും ഇല്ല. ആള് വേറെ എവിടെയോ ആണ്. ഗുരുക്കന്മാര് അങ്ങനെ അവരുടെ സിദ്ധികൾ കാണിക്കാറുണ്ട്. സിദ്ധികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനഃശക്തി. എന്തുകൊണ്ട് ഗുരുക്കന്മാരുടെ സിദ്ധികളെ കുറിച്ച് മാത്രം കൂടുതൽ കേൾക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായിട്ട് ഒരു ശിഷ്യയ്ക്ക് അല്ലെങ്കിൽ ഗുരുവിന്റെ മനസ്സിന്റെ നിയന്ത്രണത്തിലാണ് കൂടുതൽ നിൽക്കുന്നവർ. അതുകൊണ്ട് ഗുരുവിന്റെ സങ്കല്പങ്ങള് അവരുടെ സങ്കല്പത്തെ നിയന്ത്രിക്കുന്നുണ്ട് അവരറിയാതെ. അതാണ് ഗുരുക്കന്മാരുടെ സിദ്ധികള് ഒരുപാട് കാണാൻ കാരണം. ഗുരുക്കന്മാരുടെ മനഃശക്തിയുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഒരു ശിഷ്യൻ തന്നെ മോക്ഷത്തിലേക്ക് പോകുന്നത്. അവർക്ക് മറ്റു ശ്രദ്ധകളിൽ നിന്നൊക്കെ വ്യതിചലിക്കാതിരിക്കുന്നതൊക്കെ ഈ ഗുരുവിന്റെ മനഃശക്തി കൊണ്ടാണ്. ഗുരുവിന്റെ മനസ്സിനുമായിട്ട് ഒരു ശിഷ്യന്റെ മനസ്സ് കണക്റ്റഡാണ് വളരെയധികം. അതൊരു ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദോഷമല്ല. കാരണം പോസിറ്റീവാണ്, നെഗറ്റീവ് ഇൻഫ്ലുവൻസ് അല്ല. ഗുരു ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് അല്ല, ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസറാണ് ഗുരു എന്ന് പറയുന്നത്. നെഗറ്റീവ് ഇൻഫ്ലുവൻസർ ആണെങ്കിലോ ഗുരുവായിട്ട് മനസ്സ് കണക്ട് ചെയ്തിട്ടിരിക്കുന്നു. ആ കണക്ഷൻ കൊണ്ട് നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിലോ പ്രശ്നം എന്താ ഉണ്ടാകുന്നത്? ഗുരുവിനെ കുറിച്ച് ചിന്തിച്ച് കളിഷാപ്പിൽ പോകും, ആളുകളായിട്ട് വഴക്കുണ്ടാക്കും, തല്ലുണ്ടാക്കും. ഇതൊക്കെയാണ് ഇൻഫ്ലുവൻസ് എങ്കിൽ
അത് നെഗറ്റീവ് ഇൻഫ്ലുവൻസാ അല്ലേ? അതൊന്നുമില്ല. ഇത് എന്താ, കുറച്ചു നേരം ധ്യാനിച്ചിരിക്കും, സമാധാനമായിട്ടിരിക്കും, ചുമ്മാ ഇരുന്ന് ചിരിക്കും അല്ലേ? ഇതാണ് ഇൻഫ്ലുവൻസ്. എല്ലാവരോടും സ്നേഹം തോന്നും. ഇതാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇതൊരു കുഴപ്പമില്ലല്ലോ. പക്ഷെ വീട്ടുകാർ പറയുന്നത് കുഴപ്പമാണ്. എന്താ, എന്തിനാ ചിരിക്കുന്നത്? നീ ഒരു സ്ത്രീയല്ല, നീ ചിരിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കും. നീ എന്താ എല്ലാവരും സ്നേഹിക്കുന്നത്, സ്നേഹിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കും അല്ലേ? സമൂഹത്തെ അനുവദിക്കുന്നതല്ല. എല്ലാവരെയും സ്നേഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നിഘണ്ടുവിലില്ലാത്തതാണ്. നിനക്ക് സ്നേഹിക്കാൻ 2-3 പേരെ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെടുത്തി തന്നിട്ടുണ്ട്. അതാണ് മാത്രം സ്നേഹിക്കുക. നീ, നിന്റെ ഭർത്താവ്, നിന്റെ കുട്ടി, നിന്റെ അച്ഛൻ, നിന്റെ അമ്മ, ഇതിനപ്പുറത്ത് വേലി കടന്നു പോയി പോകരുത്, ചാടി പോകരുത്. ഇതൊക്കെയാണ് നിയമങ്ങൾ, മനുഷ്യനിർമ്മിത നിയമങ്ങൾ. ഇതൊക്കെ ധിക്കരിച്ച വനിതകൾ ധാരാളം ഉണ്ടായിരുന്നു. അക്ക മഹാദേവി, മീരാബായി, ഇവരെ പോലുള്ളവരൊക്കെ അതൊക്കെ അവരുടെ ലോകത്ത് മനുഷ്യരെയും ജീവജാലങ്ങളെയും ഒക്കെ സ്നേഹിച്ചു, പ്രകൃതിയെ സ്നേഹിച്ചു. സ്നേഹത്തിന് അതിരുകളൊന്നുമില്ലല്ലോ. ഇന്നതാണെന്ന് പൂച്ചയ്ക്ക് പോലും അറിയാം നമ്മൾ സ്നേഹമുള്ള ഒരാളാണെന്ന്. പൂച്ചയ്ക്ക് പോലും നന്നായിട്ട് അറിയാം. ചില പൂച്ചകൾ ചില ആളുടെ അടുത്ത് മാത്രം വരും. കാരണം അവരിലൊരു പൂച്ചത്വം ഉണ്ടെന്ന് ആ പൂച്ചയ്ക്ക് അറിയാം. എന്തൊരു കണക്ഷൻ ഉണ്ട് ഇടയിൽ. ആ പൂച്ച വന്നിട്ട് വാല് കൊണ്ടിട്ട് ഉരശി, വാലുകൊണ്ടാണ് പൂച്ചയെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, സ്വാധീനിക്കുന്നത്. അതിന്റെ വാല് പൊക്കി ഇങ്ങനെ നമ്മുടെ കാലുമിലിട്ട് ഉരശി ഇങ്ങനെ പൂച്ച. അപ്പൊ മനസ്സിലാക്കണം, പൂച്ച നമ്മളുമായിട്ട് പ്രണയത്തിലായിരുന്നു വളരെ എളുപ്പത്തിൽ. പൂച്ച ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി തിന്നാനാ വരുന്നത്. പട്ടി എങ്ങനെയല്ല. പട്ടിയും പൂച്ചയും തമ്മിൽ വ്യത്യാസമുണ്ട് വളരെയധികം. പട്ടി സ്നേഹിച്ചു കഴിഞ്ഞാൽ തിരിച്ച് സ്നേഹിക്കും, പൂച്ച സ്നേഹിക്കില്ല. അതുകൊണ്ട് പൂച്ചയെ പോലെയാണ് ഈ മായ എന്ന് മനസ്സിലാക്കുക. തിരിച്ച് സ്നേഹിക്കുന്നു വിചാരിച്ച് സ്നേഹിക്കേണ്ട ആരെയും. സ്നേഹിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സ്വഭാവവും സ്വരൂപവും ഒക്കെയാണ് സ്നേഹം എന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത് പറയുന്ന സമയത്ത് പ്രപഞ്ച അനുഭവം മുഴുവനും സിദ്ധിജാലം, ഒരു യോഗിയുടെ സിദ്ധിജാലം പോലെയാണ്. അതിൽ സ്ഥായിയായിട്ടൊന്നുമില്ല. അത് ക്ഷണികങ്ങളാണ്, താൽക്കാലികങ്ങളാണ്, പ്രാതിഭാസികങ്ങളാണ്, അത് അനുഭവങ്ങളാണ്, തോന്നലുകളാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ അതിനെ എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രയാസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കാൻ കഴിയുന്നവർക്കാണ് മായയെ ജയിക്കാൻ കഴിയുന്നത്. ആർക്ക് ജയിക്കാൻ കഴിയും മായയെ? ആത്മാവിൽ മനസ്സിനെ ഉറപ്പിക്കാൻ കഴിയുന്നവർക്ക്. അവർക്ക് മാത്രമാണ് മായയെ ജയിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഭഗവത്ഗീത വളരെ നല്ലൊരു പുസ്തകമാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് പഠിച്ചുകൊണ്ടേ ഇരിക്കണം, എന്നും പഠിക്കണം. ഒരു ദിവസം മാത്രം പഠിക്കുക എന്നുള്ളതല്ല. ദൈവീ ഹേഷ ഗുണമയി മമ മായാ ദുരത്യയ മാമേവ യേ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. ദൈവീ ഗുണമയി മായയുടെ പ്രത്യേകതയാണ്. ദേവി എന്ന് പറയുന്ന സാത്വികത ഉള്ളതാണ് മായ. ഏത് മായ? എൻ്റെ മായ എന്ന് ഭഗവാൻ പറയാണ്. മമ മായ, മമ ഏഷ മായ, എൻ്റെ ഈ മായ. ഭഗവാൻ അർജുനോട് പറയണം, എൻ്റെ ഈ മായ, ഈ ശക്തി ദൈവികമാണ്, ഗുണമയിയാണ്. ഗുണം എന്ന് പറഞ്ഞാൽ സത്വം, രജസ്, തമസ്, ഈ 3 ഗുണങ്ങളോട് കൂടിയതാണ്. അത് ദൈവികമാണ്. ദൈവികമാകാൻ കാരണം അത് ഭഗവാന്റെ തന്നെയാണ്. ദുരത്യയാഹി, അതിനെ അതിക്രമിക്കാൻ പ്രയാസമാണ്. മായയെ ഉല്ലംഘിക്കാനായിട്ട് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ദുരത്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏ മാം ഏവ പ്രപദ്യന്തേ, ആറ് എന്നെ ശരണം ഗമിക്കുന്നുവോ. ഭഗവാൻ പറയാണ് അർജുനോട്, എന്നെ ശരണം ഗമിക്കുന്ന തേ ഏതാ മായാം തരന്തി, അവർക്ക് മാത്രമേ മായയെ തരണം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ആരുടേതാണ് മായ? ഭഗവാന്റേതാണ്. ആ ഭഗവാന്റെ മായയെ അതിക്രമിക്കാൻ പ്രയാസമാണ്. എന്നാൽ എന്താ എളുപ്പ വഴി? ഭഗവാനെ ശരണം ഗമിക്കുക. മായ ആരുടേതാണോ അയാളെ ശരണം ഗമിച്ചാൽ മായയെ ജയിക്കാൻ കഴിയും. അങ്ങനെ മായയ അപഹൃതജ്ഞാന
വീണ്ടും പറയുന്നുണ്ട്, നമാം ദുഷ്കൃതിനോ മൂഢാഹ പ്രപദ്യന്തേ നരാധമാഹ മായയാ അപഹൃതജ്ഞാനാഹ ആസുരംഭാവമാശ്രിതാഹ. മായ കൊണ്ട് നമ്മുടെ അറിവ് അപഹരിക്കപ്പെടും, മായ കാരണം. അപ്പം നിങ്ങളുടെ ജ്ഞാനം മറഞ്ഞു പോകും മായ കൊണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആർക്കൊക്കെയാണ് ഈ ജ്ഞാനം മറഞ്ഞു പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൂഢാഹ, മൂഢന്മാർക്ക്. മൂഢൻ എന്ന് പറഞ്ഞാൽ ആരാ? മൂഢൻ പീഠത്തിൽ ഇരുന്നു പീഠം ആദ്യമായിട്ട് മൂഢൻ കേട്ടിട്ടുള്ള അങ്ങനെയല്ലേ നിങ്ങള്? മൂഢൻ എന്ന വാക്കിന് മൗഢ്യം ഉള്ളവനാണ്. മൗഢ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനം. അജ്ഞാനത്തിന് വശപ്പെട്ടവനാണ് മൂഢൻ, അല്ലേ? നമ്മളെ മൂഢൻ നമ്മുടെയൊക്കെ ചെറുപ്പത്തില് ആകെ ഒരു മൂഢൻ കേട്ടുള്ള ആലുമൂഢനാണ്. ഈ മൂഢൻ വിഡ്ഢിയാണെന്നുള്ളതൊക്കെ വേദാന്തം പഠിച്ചപ്പോഴും മനസ്സിലാവുന്നത്. മൂഢൻ എന്ന് പറഞ്ഞത് അജ്ഞാനത്തിന് വശകനായിട്ടുള്ള വ്യക്തിയാണ് മൂഢൻ, മൗഢ്യമുള്ളവനാണ് മൂഢൻ എന്ന്. മൂഢന്മാർക്ക് ആസുരം ഭാവമാശ്രിതാഹ, ആസുരവൃത്തികളോട് കൂടിയവൻ. ആരാണ് ആസുരവൃത്തി? ഗുണത്രയ വിഭാഗയോഗം അല്ല, ദൈവാസുര സമ്പത്ത് വിഭാഗയോഗം എന്നുള്ള ഒരു അധ്യായത്തിൽ ഈ ആസുരി വൃത്തിയും അതുപോലെ ദൈവീ വൃത്തികളും എന്തെന്ന് പറയുന്നുണ്ട്. അതിൽ ആസുരവൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നവര് ദുഷ്കൃതിനാഹ നരാധമാഹ, ദുരാചാരികളായിട്ടുള്ള നരാധമന്മാര്, ഇവരൊന്നും എന്നെ ശരണം ഗമിക്കില്ല, ശരണം പ്രാപിക്കില്ല. കാരണം എന്താ? നരാധമൻ, ദുഷ്കൃതികളായിട്ടുള്ള നരാധമൻ. നരന്മാരിൽ അധമന്മാരെന്ന് പറയും. അധമൻ എന്ന് വെച്ചാൽ തരം താഴ്ന്നവര്. അവര് അതുപോലെ ആസുരഭാവം ആശ്രയിച്ചിരിക്കുന്നവര്, മൂഢന്മാര്, ഇവരൊന്നും മായയെ ജയിക്കില്ല. കാരണം എന്താ? ഇവര് ഭഗവാനെ ശരണം ഗമിക്കില്ല. അപ്പം അതുകൊണ്ട് ഭക്തി മായയെ ജയിക്കാനായിട്ട് ഒരു ഉപായമാണെന്നും ഉപാധിയാണെന്നും ഭഗവത്ഗീത തന്നെ പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ നമുക്ക് ഒത്തിരി മായയെ ജയിക്കാനുള്ള വഴികളുണ്ട്. അതിലൊന്ന് ഇതാണ് ഭക്തിയോഗം. ശരണം ഗമിക്കുക, ഭഗവാനെ, ഈശ്വരനെ ശരണം ഗമിക്കുക. അപ്പോൾ ഈശ്വര കാരുണ്യം കൊണ്ട്, ഈശ്വര കൃപ കൊണ്ട് തന്നെ മായയെ തരണം ചെയ്യാനായിട്ട്, ജയിക്കാനായിട്ട് കഴിയും. ജ്ഞാനം പോലെ തന്നെ ഭഗവത്ഗീതയിൽ പ്രാധാന്യമുള്ളതാണ് ഭക്തിയും. അതുകൊണ്ട് ഈ ഒരു ശ്ലോകം ഇത്രയും മനസ്സിലാക്കുക.